എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം പൂർണ്ണമായിട്ടും ഒരു ഫിക്ഷനാണ്. അതായത് കംപ്ലീറ്റ് ഒരു നാടോടി കഥ മാത്രമാണ്. അതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഇതിവൃത്തവും കഥാപാത്രവും മാത്രമാണ്. ഇത് യാഥാർത്ഥ്യമല്ല. നമ്മുടെ നാട്ടിലും ഒരുപാട് നാടോടി കഥകളും ഒക്കെ നിലനിൽപ്പുണ്ടല്ലേ. ഒടിയൻ, മാടൻ മറുത, ഭൂതം, ജിന്ന്, പ്രേതം എന്നൊക്കെ പറഞ്ഞ്. ഇത് യാഥാർത്ഥ്യത്തിലുള്ളതാണോ? അല്ല, കഥകൾ മാത്രമാണ്. നമ്മൾ നാടോടി കഥകളായിട്ടും ഐതിഹ്യങ്ങളായിട്ടും ബാലരമ കഥകളായിട്ടും ഒക്കെ വായിച്ചും ഒക്കെ കേട്ട് രസിക്കാൻ മാത്രമുള്ള ഫിക്ഷണൽ കഥകളാണല്ലേ. അങ്ങനെ മാത്രം കേട്ടിരിക്കാനുള്ള ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ബീച്ചിൽ പോയിട്ടുണ്ട്, കടൽ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും ബോട്ടിലോ കപ്പലിലോ ഒക്കെ ആയിട്ട് കടലിലൂടെ യാത്രകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, കടലിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിലായിട്ട് ഒരു ഭീകര സർപ്പം അധിവസിക്കുന്ന ഒരു കാര്യം. ആ ഒരു പാമ്പിനെ ഭീകരൻ എന്ന് ഞാൻ വിളിക്കാൻ കാരണം ഒന്നാമത്തത് അതിൻ്റെ വലിപ്പമാണ്. അത്രത്തോളം ഭീമാകാരനായ, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അതിൻ്റെ ഒരു നീളവും വണ്ണവും എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറയാം. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പാമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? അതിന് വിഷം വമിപ്പിക്കാൻ പറ്റുമല്ലേ. ശത്രുക്കളെ ആക്രമിക്കുന്നത് വിഷം വച്ചാണ്. പക്ഷേ ഈ ഒരു പാമ്പ് ശത്രുക്കളെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, അത് വിഷമല്ല പുറത്തേക്ക് വിടുന്നത്, മറിച്ച് തീയാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഡ്രാഗണുകളില്ലേ, തീ തുപ്പുന്ന ഡ്രാഗണുകൾ, ആ ഒരു ഡ്രാഗണുകളെ പോലെ ഇത് തീ തുപ്പുമെന്നാണ് പറയുന്നത്. ആ സീരിയസ്നെസ് പോയി, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ തീതുപ്പും ലോകാവസാനത്തിൻ്റെ നാളുകളിലാണ് ഈ ഒരു ഭീകരസത്വം കടലിൽ നിന്ന് കരയിലേക്ക് വരിക എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. അന്ന് ഭൂമിയിൽ വലിയ സുനാമികളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. സാധാരണ പാമ്പിൻ്റെ മീനി എന്ന് പറയുന്നത് വളരെ മൃദുലമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ മീനി എന്ന് പറയുന്നത് ഇരുമ്പ് ചട്ടകൾ പോലെയാണ്. അത്രത്തോളം ബലവത്തായിട്ടുള്ള ആ ഒരു ഉടലാണ് അതിനുള്ളത്. ഇതിൻ്റെ പേരാണ് ലേവ്യത്താൻ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിൽ വരുന്ന മെസ്സേജാണ്, ബ്രോ ലേവ്യത്താനെ പറ്റി വീഡിയോ ഇടുമോ? എനിക്ക് മെയിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി വീഡിയോ ഇടാനായിട്ട്. ഉള്ളത് പറയുവാണെങ്കിൽ, ഞാൻ ഈ ലേവ്യത്താനെ പറ്റിയിട്ട് ഇന്നേ വരെ കേട്ടിട്ട് പോലുമില്ല. ഉണ്ണിത്താൻ വല്യത്താൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ലേവ്യത്താൻ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്റർനെറ്റിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പാമ്പുണ്ടെന്നും അത് ഒരുപാട് മിത്തോളജിക്കൽ സ്റ്റോറീസിലുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് പൊങ്ങി വരാൻ കാരണം എന്താണെന്ന് തിരഞ്ഞപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അതായത് ഭൂമിയിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അതായത് കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കാണുന്ന വളരെ റെയർ ആയിട്ടുള്ള ഫിഷ്, ആ മീനുകൾ കരയിലേക്ക് വരികയാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു അടിത്തട്ടിൽ കാണുന്ന മീൻ കരയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ലേവ്യത്താൻ്റെ വിഷയം ഇപ്പോൾ പൊങ്ങി വന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ ഒരു വിഷയമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ഒരുപാട് നാടോടി കഥകളിലെയും അതുപോലെ തന്നെ ബൈബിളിലെയും ജൂതന്മാരുടെ കഥകളിലെയും ഒക്കെ തന്നെ, പിന്നെ നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിലും ഇതുപോലുള്ള ഒരു പാമ്പിനെ പറ്റി നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെടുത്തിയിട്ടുകൊണ്ട് ഒരു ക്ലാഷാണ് നമ്മളുടെ ലേവ്യത്താൻ എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇതുപോലുള്ള പുതിയ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം നല്ല നിക്ഷേപാവസരങ്ങൾ വരുമ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ പരിചയപ്പെടുത്താറുണ്ടല്ലോ. അങ്ങനെ മാസം 2000 പോലുള്ള ചെറിയ തുകകൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ HDFC ലൈഫ് ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട് എ ഫ്ലെക്സി ക്യാപ് ഓൾ സീസൺ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതി വരെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് ഇനി വെറും 5 ദിവസം കൂടി മാത്രം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ NAV വാല്യൂ 10 രൂപയാണ്. മുൻകാലങ്ങളിൽ ലോഞ്ച് ചെയ്ത HDFC ലൈഫിന്റെ തന്നെ ഡിസ്കവറി ഫണ്ട് തുടക്കം മുതൽ 23.2% റിട്ടേണും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 27.4% വാർഷിക ശരാശരി റിട്ടേണും നൽകിയിട്ടുണ്ട്. ഇനി അതുപോലെ HDFC ലൈഫ് ലോഞ്ച് ചെയ്ത അവരുടെ തന്നെ HDFC ലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇന്ന് വരെ 25.6% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനുള്ള ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നിക്ഷേപിച്ച തുകയ്ക്ക് 100% ഗ്യാരണ്ടി ലഭിക്കും. കൂടാതെ NRIസിനും ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലൊരു അവസരമാണ്. ചെറുതും വലുതുമായിട്ട് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുകൂടാതെ നിങ്ങളുടെ മന്ത്ലി പ്രീമിയം തുകയുടെ 120 മടങ്ങ് വരെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലൈഫ് കവറായിട്ടും ലഭിക്കുന്നതായിരിക്കും. 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് അതിൽ നിന്നുള്ള ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതുമില്ല. എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 5 ദിവസം കൂടി NFO കാലാവധിയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ചെക്ക് ചെയ്തോളുക. എന്താണ് ലേവ്യത്താൻ? ലേവ്യത്താനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ജൂതന്മാരുടെ പുരാണങ്ങളിൽ അവരുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള ബുക്സിലാണ്. പ്രധാനമായിട്ടും ബുക്ക് ഓഫ് യൂനച്ചിലൊക്കെ ഒരുപാട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് പ്രകാരം, ഇപ്പോൾ അവർ വിശ്വാസപ്രകാരമുള്ള ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദൈവമാണ് ഭൂമി സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഭൂമി സൃഷ്ടിച്ച് 3-ാം നാൾ ഈ ലേവ്യത്താനെ കൂടെ സൃഷ്ടിക്കുകയാണ്. എന്തിനാണ് ലേവ്യത്താനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്ന ഒന്നിനെ ബാലൻസ് ചെയ്യണം. അതായത് ഭൂമിയിൽ നല്ലത് മാത്രം ഉണ്ടായാൽ പോരാ, ഈവിളും ഉണ്ടാകണം. ഏത് കഥകൾ, ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ നല്ലതുമുണ്ട്, അതായത് ദൈവമുണ്ട്, പിശാചുമുണ്ടല്ലേ. ദൈവവും ചെകുത്താനും എല്ലാ പുരാണങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വിശ്വാസപ്രകാരമാണ് 3-ാം നാൾ
ദൈവം ലേവ്യത്താനെ അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ദൈവം അന്ന് ലേവ്യത്താനെ സൃഷ്ടിക്കുമ്പോൾ ഒരു ആണും ഉണ്ടായിരുന്നു, പെണ്ണും ഉണ്ടായിരുന്നു. അപ്പോൾ കടലിനടിയിലാണ് അവർ വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ദൈവം ഒരു തീരുമാനത്തിലെത്തുകയാണ്. അതായത് ആണും പെണ്ണും ഉണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഇവർ പ്രത്യുൽപാദനം നടത്തുകയും പെറ്റുപെരുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് വലിയ അപകടമായി മാറുകയും ചെയ്യും. ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം അപകടമായിട്ട് എല്ലാവർക്കും ദുരന്തമായിട്ട് ഇത് മാറുമല്ലോ. അതുകൊണ്ട് ദൈവം തന്നെ ഇടപെട്ട് ഈ ഒരു പെൺ ലേവ്യത്താനെ കൊന്നുകളയുകയാണ്. അങ്ങനെ ആൺ ലേവ്യത്താൻ മാത്രമായിട്ട് കടലിൻ്റെ അടിയിൽ താമസം ആരംഭിക്കുകയാണ്. എപ്പോഴാണ് ലേവ്യത്താൻ കടലിൽ നിന്ന് കരയിലേക്ക് വന്ന് വീണ്ടും നാശം വിതയ്ക്കാൻ നോക്കുവാണെങ്കിൽ പ്രപഞ്ചം അന്ധകാരത്തിലാഴുമ്പോൾ, ഇവിടെ വീണ്ടും അധർമ്മം കൊടുമ്പിരി കൊള്ളുമ്പോൾ, മക്കൾ അമ്മമാരെ ആക്രമിക്കുമ്പോൾ, ഇവിടെ കൊലപാതകങ്ങളും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും അരങ്ങ് വാഴുമ്പോൾ, ഈ ഒരു ലോകത്ത് മൊത്തം മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ കുത്തും റേപ്പും അങ്ങനെ വലിയ അധർമ്മങ്ങൾ സംഭവിക്കില്ലേ, അപ്പോൾ ഇവൻ ശക്തി പ്രാപിക്കും. ഇത് നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിക്കും. അതായത് കലി അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളിലും ഈ ഒരു അധർമ്മത്തെ എന്താ പറയുക സപ്രസ് ചെയ്യാനായിട്ട്, അതിനെ തകർത്തുകൊണ്ട് പുതിയൊരു ലോകം സൃഷ്ടിക്കാനായിട്ട് നന്മയുടെ പ്രതീകമായിട്ട് ഒരാൾ വരും. അതല്ല, മറിച്ച് ഈ അധർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും, ഈ ഒരു കൊള്ളരുതായ്മ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ഒരു നെഗറ്റീവ് എനർജി കിട്ടി ശക്തി പ്രാപിച്ചു കൊണ്ടുവരുന്ന മറ്റൊരു നെഗറ്റിവിറ്റിയാണ് ഈ ഒരു നമ്മുടെ ലേവ്യത്താൻ എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ഫോഴ്സ് തന്നെയാണ് ലേവ്യത്താൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അധർമ്മത്തിൻ്റെ കൂടെ ഇവൻ്റെ കൂടെ മൊത്തം ആക്രമണം ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്. അങ്ങനെ അവസാനം ഈ ഒരു നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ അധർമ്മം അനുഷ്ഠിക്കാത്ത ധാർമ്മികരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവം ഇടപെട്ടിട്ട് സ്വർഗത്തിൽ നിന്നൊരു വാളുണ്ട്. ആ ഒരു വാള് ആർക്കാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ തന്നെയുള്ള മറ്റൊരു ഇതുപോലുള്ള സർപ്പം പോലുള്ള മറ്റൊരു ക്രീച്ചറുണ്ട്. ആ ഒരു കടൽവാസിയായിട്ട് ഈ ഒരു ലേവ്യത്താൻ യുദ്ധം നടത്തുകയും ആ ഒരു കടൽ ജീവി ലേവ്യത്താനെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഈ ഒരു ധർമ്മയുദ്ധത്തിന് ശേഷം ഭൂമിയിൽ അവശേഷിക്കാൻ പോകുന്നത് നല്ലവരായിട്ടുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. അധർമ്മത്തെ അത്രത്തോളം കൊടുമ്പിരി കൊള്ളിച്ചവർ, ഇവിടെ കൊള്ളയും കൊലപാതകവും അതുപോലെ റേപ്പും ഒക്കെ നടത്തിയവരെല്ലാം ഈ ഒരു യുദ്ധത്തിൽ മരിച്ചു പോകും. ബാക്കി നല്ലവർ മാത്രം അവശേഷിക്കുന്ന നല്ലൊരു ഭൂമിയായിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ആ ഒരു എല്ലാ പുരാണങ്ങളിൽ പറയുന്ന പോലെ തന്നെ പുതിയൊരു ഭൂമി, അതായത് കലിയുഗം അവസാനിച്ച് വീണ്ടും മറ്റേ യുഗങ്ങൾ വരുന്ന പോലെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ദൈവം ഈ ഒരു നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വലിയൊരു ഫീസ്റ്റ് ഒരുക്കും, വിരുന്നൊരുക്കും. ആ വിരുന്നെന്ന് പറയുന്നത് വലിയ ടെൻറ്റ് അടിച്ചിട്ടാണ്. ആ ടെൻറ്റ് എന്ന് പറയുന്നത് ഈ ലേവ്യത്താൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കിലോമീറ്ററുകളോളം നീളുന്നൊരു ടെൻറ്റാണ്. അങ്ങനെ ഈ ലേവ്യത്താൻ്റെ തോല് കൊണ്ട് വലിയ ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് ദൈവവും ബാക്കി ഭൂമിയിൽ അവശേഷിക്കുന്ന മറ്റു മനുഷ്യരൊക്കെ കൂടെ അവിടെ വലിയ സൽക്കാരം, ഭക്ഷണ സൽക്കാരമാണ് നടത്തുന്നത്. ഈ ഭക്ഷണ സൽക്കാരത്തിലെ ഏറ്റവും പ്രധാന വിഭവം എന്താണെന്നറിയാവോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ അതെന്താണെന്നല്ലേ? മറ്റൊന്നുമല്ല, ഈ ലേവ്യത്താൻ തന്നെയാണ്. ലേവ്യത്താൻ ഇറച്ചി നമ്മൾ പല ഇറച്ചികളും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇറച്ചി കേട്ടിട്ടുണ്ടോ? ലേവ്യത്താൻ ഇറച്ചിയാണ് പ്രധാനമായിട്ടും ഈ ദൈവവും മറ്റു മനുഷ്യരും കൂടി ഇരുന്ന് തട്ടാൻ പോകുന്നത്. അങ്ങനെ ലേവ്യത്താനെ അവരെല്ലാം കൂടി ഇരുന്ന് ഭക്ഷിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു ജൂതവിശ്വാസപ്രകാരം അതാണ് റോഡ് ടു ഹെവൻ എന്നൊക്കെ പറയുന്നത്. എനിവേയ്സ്, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ സ്ക്രിപ്റ്റേഴ്സിലുള്ള, നമുക്ക് എല്ലാവർക്കും എല്ലാ വിശ്വാസങ്ങളിലും ഒരുപാട് ബുക്കുകളുണ്ട്. അത് പ്രകാരമുള്ള ഇവരുടേതായിട്ടുള്ള ആ ഒരു പുസ്തകങ്ങളിൽ പറയുന്ന കാര്യമാണ്. ഇനി ബൈബിളിൽ പറയുവാണെങ്കിൽ ബൈബിൾ ഡയറക്റ്റ് ലേവ്യത്താനെ നമുക്ക് കാണാൻ സാധിക്കില്ല, മറിച്ച് ചിലയിടങ്ങളിൽ 7 തലയുള്ള വലിയൊരു പാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെവിൾ, നമുക്ക് ചിലയിടങ്ങളിൽ 7 തലയുള്ള വലിയൊരു പാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലേവ്യത്താൻ എന്നുള്ള ഒരു ഡെവിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് പൊതുവെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ പിശാച് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ചെകുത്താൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ആണ് ഈ ഒരു ലേവ്യത്താൻ എന്ന് പറയുന്ന ഒന്നായിട്ട് കരുതുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് പണ്ട് ആഡമിനോടും ഈവിനോടും മറ്റേ ഈ ഫ്രൂട്ട് കഴിക്കാൻ പറഞ്ഞ പാമ്പ്, അങ്ങനെ വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഈ ഒരു ബൈബിൾ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ലേവ്യത്താൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ജസ്റ്റ് ഒരു പിശാച്, സാത്താൻ, ഡെവിള് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. ഇനി നമ്മുടെ ഇന്ത്യൻ പുരാണത്തിലും സമാനമായിട്ടുള്ള ഒരു കഥ കാണാൻ പറ്റി എന്നുള്ളത് രസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ പുരാണമായിട്ടുള്ള ഭാഗവത പുരാണം അഥവാ ശ്രീമദ് ഭാഗവതം ഉണ്ടല്ലോ, അതിൽ ഇതുപോലൊരു പാമ്പുണ്ട്. മറ്റൊന്നുമല്ല, കാളിയനാണ്. കാളിയ മർദ്ദനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയ മർദ്ദനം നടത്തിയിട്ടാണ് ഈ ഒരു കാളിയനെ നിഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാളിയൻ എന്ന് പറയുന്നത് യമുനയുടെ അടിയിൽ താമസിക്കുന്ന, യമുന നദി ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ താമസിക്കുന്ന വലിയൊരു ഭീകരനായിട്ടുള്ള സർപ്പമാണ്. അത്രത്തോളം വിഷം നിറഞ്ഞ സർപ്പമാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണനാണ് സർവ്വശക്തിയും എടുത്ത് അതിനെ നിഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തരം കഥകൾ നോക്കുവാണെങ്കിൽ, പുരാണങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് സമാനമായിട്ടുള്ള ഒരു കഥ അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഇത് എന്തുകൊണ്ട് വൈറലായി എന്നും കൂടെ അതിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം, അല്ലെങ്കിൽ 2 കാര്യം മനസ്സിലായത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കാണുന്ന, അതായത് കരയിലേക്കോ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്കോ പോലും കാര്യമായിട്ട് വളരെ റെയറായിട്ട് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് വരാറുള്ള ചില മത്സ്യങ്ങളുണ്ട്. ഒന്ന് ഓർഫിഷ്,
ഫിഷ്, രണ്ടാമത്തത് നമ്മുടെ റയർ ഡീപ് സീ ആംഗ്ലർ ഫിഷ് തുടങ്ങിയവയൊക്കെ കരയിലും അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലും കരയോട് അടുത്തൊക്കെ ആയിട്ട് പലരും സ്പോട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഓർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ പോലെയാണ് ഇരിക്കുന്ന ഒരു ഫിഷാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാമ്പാണെന്നേ തോന്നത്തുള്ളൂ. വളരെ നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ വളരെ ഷൈനി ആയിട്ടുള്ള തിളങ്ങുന്ന ഒരു സിൽവർ കളറാണുള്ളത്. അതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ വളരെ കുതിച്ച് വെട്ടിച്ച് മുകളിലോട്ട് പോകുന്ന, പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ആക്രമിക്കാനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള പാമ്പാണ്. ആഴങ്ങളിലാണ് കാണാറുള്ളത്, ഒരിക്കലും കരയിലേക്കൊന്നും വരാറില്ല. അപൂർവങ്ങളായിട്ട് ചില എന്താ പറയുക കപ്പലിൽ പോകുന്നവരൊക്കെ കാണാറുണ്ടായിരുന്നു, അത്യപൂർവമായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഈ ഒരു കടൽ കൊള്ളക്കാരും യാത്രികരൊക്കെ വിശ്വസിച്ചിരുന്നത് ഇതിനെ കണ്ടാൽ അശകുനമാണെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ നിലനിന്ന ചില വിശ്വാസങ്ങളില്ലേ, ഈ എന്താ പറയുക കറുത്ത പൂച്ച വട്ടം ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അശകുനമാണെന്നൊക്കെ ചിന്തിച്ച പോലെ തന്നെ അവരും ചിന്തിച്ചത് അങ്ങനെയാണ്. കാരണം റയറസ്റ്റ് ഓഫ് ദ റയർ ആയിരുന്നു ഈ ഒരു സംഭവം എന്നുള്ളത്. ഈ ഓർഫിഷിന്റെ ഇന്നേ വരെ മനുഷ്യനെടുത്തിട്ടുള്ള ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അതായത് മറ്റ് മീനുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഓർഫിഷിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഈ ഓർഫിഷ് കരക്കടിഞ്ഞല്ലോ. അതായത് ഇപ്പോൾ കരക്കടിഞ്ഞപ്പോൾ വന്നൊരു കഥയല്ല, മറിച്ച് ജപ്പാൻകാരുടെ വർഷങ്ങളായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പല ഐതിഹ്യ കഥകൾ പോലെ തന്നെ അവരുടെ ഒരു വിശ്വാസം എന്തെന്നറിയാമോ, ഈ ഓർഫിഷ് കരക്കടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂചന എന്തെന്നാൽ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്നാണ്. അത് ദുരന്തം മറ്റൊന്നുമല്ല, സുനാമിയാണ്. സുനാമി വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സൂചന, അല്ലെങ്കിൽ സുനാമി ആകട്ടെ, വലിയൊരു ഭൂമി കുലുക്കമാകട്ടെ, ഭൂകമ്പമാകട്ടെ, ഇതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഓർഫിഷുകൾ കരക്കടിയുന്നത് എന്നുള്ളതാണ് അവരുടെ സൂചന. നമ്മുടെ നാട്ടിൽ സമാനമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽപ്പുണ്ട്. അതായത് കടൽ ഉൾവലിഞ്ഞ് ഒരുപാട് അകത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സുനാമിയുടെ സൂചനയാണെന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ജാപ്പനീസുകാർ പ്രധാനമായിട്ടും ആ ഒരു ജപ്പാനിൽ നിന്നാണ് ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരുപാട് ഹോക്സ് ആയിട്ട് ഇങ്ങനെ പ്രചരിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു വിശ്വാസം അവിടെയുള്ളത്, ഈ കടലിൻ്റെ അടിത്തട്ടിൽ അവിടുത്തെ ദൈവത്തിൻ്റെ ഒരു കോട്ടയുണ്ട്. ആ ഒരു കോട്ടയിൽ നിന്ന് ഒരു അറിയിപ്പായിട്ടാണ് അവർ ഈ ഒരു ഓർഫിഷിനെ കരയിലേക്ക് വിടുന്നത്. ഒരു ദുരന്തം വരാൻ പോവുകയാണ്, ഇതൊരു അറിയിപ്പാണ്, ഇത് കണ്ട് നിങ്ങൾ അവിടുന്ന് മാറുക, മാറുന്നവർ രക്ഷപ്പെടും, മാറാത്തവരെ കടൽ കൊണ്ടുപോകും, സുനാമി കൊണ്ടുപോകും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇത് കണ്ടിട്ട് പലരും അവിടുന്ന് മാറി താമസിക്കാൻ വരെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്തെന്നാൽ, ഈ കടലിൻ്റെ അടിയിൽ ഒരു കോട്ടയുണ്ടെന്നും അവിടെ ഈ ഒരു കടലിൻ്റെ ദൈവം ഇരിപ്പുണ്ടെന്നും ആ ഒരു ദൈവത്തെ അവർ ആരാധിക്കുന്നുണ്ടെന്ന് ഒക്കെ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് മറ്റാരെയും അല്ല ഓർമ്മ വന്നത്, കടലമ്മ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തെയാണ്. അതായത് നമ്മുടെ കടലിലെ മക്കളുണ്ടല്ലോ, അവർ ആരാധിക്കുന്ന ഒരു ദൈവമാണ് കടലമ്മ എന്നവർ പേരിട്ട് വിളിക്കുന്ന ആ ഒരു ദൈവമല്ലേ. കാരണം അവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ കടലാണ്. കാരണം അവരുടെ ഉപജീവന മാർഗ്ഗം കടലാണ്, അവരുടെ ചോരയും നീരും എല്ലാം കടലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കടലിനെ ദൈവമായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ സമാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കടൽ അവർക്ക് സൂചന നൽകുമെന്ന് തന്നെയാണ് നമ്മളുടെ മലയാളികളായിട്ടുള്ള കടലിൻ്റെ മക്കളുടെ വിശ്വാസം. സെയിം സമാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വളരെ എന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ജാപ്പനീസുകാരുടെ ഒരു വിശ്വാസം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഓർഫിഷ് കരക്കടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു സുനാമിയോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും ദുരന്തത്തിന്റെ ഒരു സൂചനയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണെന്നുള്ളത്. രണ്ടാമത്തത് സ്കോട്ടിയ പ്ലേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭൂമി ഒരുപാട് ടെക്ടോണിക് പ്ലേറ്റ്സിലാൽ രൂപപ്പെട്ടതാണല്ലേ. ഇപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിമുട്ടുമ്പോഴൊക്കെയാണ് ഈ ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും ഈ സ്കോട്ടിയ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ടെക്ടോണിക് പ്ലേറ്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയ്ക്കാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം തോന്നാം. അതായത് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് ഇരിക്കുന്നത് ഒരു പാമ്പിൻ്റെ തലയുടെ ഷേപ്പിലാണ്. അപ്പോൾ പലരും സൂചിപ്പിക്കുന്നത് ഈ ഒരു ലേവ്യത്താൻ എന്നുള്ളത് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ബാക്കി ഒരുപാട് ടെക്ടോണിക് പ്ലേറ്റുകളെ പറ്റിയിട്ട് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുറേഷ്യൻ പ്ലേറ്റ്, മറ്റ് ടെക്ടോണിക് പ്ലേറ്റുകളെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങളും റിസർച്ചുകളൊക്കെ നിലനിൽപ്പുണ്ടെങ്കിലും കാര്യമായിട്ട് പഠനം നടക്കാത്ത ഒരു പ്ലേറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലേറ്റ് ആണ് ഈ ഒരു നമ്മളുടെ സ്കോട്ടിയ പ്ലേറ്റ് എന്നുള്ളത്. അപ്പോൾ സ്കോട്ടിയ പ്ലേറ്റിൽ പലരും ഒരു കോൺസ്പിറസി ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തള്ളായിട്ട് പറയുന്നത് എന്തെന്നാൽ, ഇതിൻ്റെ അവിടെ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട്, അത് പുറത്തുമുണ്ട്, കടലിൻ്റെ അടിത്തട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് ടെക്ടോണിക് പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഭൂമി കുലുക്കം സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്കോട്ടിയ പ്ലേറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകമെമ്പാടും നമ്മുടെ ഭൂമിയിൽ മൊത്തത്തിൽ വലിയ ഭൂമി കുലുക്കമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ തകർക്കാൻ ശേഷിയുള്ള ഒന്നായിരിക്കും. അതായത് ലേവ്യത്താൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ പാമ്പല്ല, മറിച്ച് ലേവ്യത്താൻ പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്കോട്ടിയ പ്ലേറ്റിനെയാണെന്നും അത് അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണ് എന്നുള്ളൊരു കാര്യമാണ് ലേവ്യത്താൻ്റെ ഈ ഒരു കഥ പറയുന്നതെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഇതൊക്കെ വെറും ഒരു ഞാൻ തള്ളെന്ന് മാത്രമാണ് ഇതിനെ വിളിക്കുന്നത്. അങ്ങനെ മാത്രമായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇതിനെയൊക്കെ അങ്ങനെ മാത്രമായിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊന്നും ശാസ്ത്രീയമായിട്ട് പ്രൂവൺ അല്ല, ജസ്റ്റ് ഒരു ഹോക്സ് മാത്രമാണ്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ, വർഷം 2025 അല്ലേ. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ നമ്മൾ പല രസകരമായിട്ട് പറയുന്ന പല തമാശകളുണ്ട്. കറുത്ത പൂച്ച വട്ടം ചാടിയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു മഞ്ഞക്കിളിയെ കണ്ടു കഴിഞ്ഞാൽ 3 മഞ്ഞക്കിളിയെ
തപ്പിപ്പോണം. അങ്ങനെ കുറേ ദുശകുനങ്ങൾ, പല്ല് ചലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യമാണ്, ദുശകുനമാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജീവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ, അങ്ങനെ ഒരുപാട് ശകുനങ്ങളും ദുശകുനങ്ങളും എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നല്ലേ. ഈ 2025 ഒക്കെ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ പഴയ ആൾക്കാരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇനി ഒരു കാര്യം പറയുവാണെങ്കിൽ 2012 ലോകം അവസാനിക്കുമെന്നൊക്കെ ഒരുപാട് ജനത വിശ്വസിച്ചില്ല. അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയില്ല. സിനിമ ഇറക്കിയവരാരായി? അവർ കോടീശ്വരന്മാരായി. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടല്ലേ. നമ്മളാരായി? പലരും അത് വിശ്വസിച്ചിരുന്നു. ചെറുപ്പകാലത്തല്ലേ ഞാൻ പോലും അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ലോകാവസാനമൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാനോ ഇതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമോ ഒന്നുമില്ല. ലോകം ഒരിക്കൽ അവസാനിക്കും. അത് ബില്യൺ ഓഫ് ഇയേഴ്സ് വർഷം കഴിഞ്ഞിട്ടേ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ പ്രത്യക്ഷത്തിൽ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ തെളിവോ സയൻറ്റിഫിക് എവിഡൻസോ ഒന്നുമില്ല. അപ്പോൾ ഒരു മീൻ കരയ്ക്ക് വന്ന് അടിഞ്ഞു എന്നും പറഞ്ഞിട്ട് ലോകം അവസാനിക്കുമെന്നും പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കോമഡിയാണ്. അതായത് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം വളരെ ഡെവലപ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. AI സാങ്കേതികവിദ്യ, ഒന്നാലോചിച്ച് നോക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയൊക്കെ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അമ്മാതിരി നമുക്കൊക്കെ ഇന്നേ വരെ ലോകം കാണാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് കടലിൽ നിന്ന് ഒരു മീൻ കരയ്ക്ക് വന്നടിയുന്നത്. തീർന്നു, എല്ലാം തീർന്നു, ലോകാവസാനാണ് എന്നൊക്കെ പറയുന്നത്. തമാശ രൂപേണ അതിനെയൊക്കെ പറ്റി നമുക്ക് ചിന്തിക്കാം. നമ്മൾ മറ്റേ ഒരു മഞ്ഞക്കിളിയെ കാണുന്ന കഥയൊക്കെ പറയുന്ന പോലെ, ട്രോളിലൊക്കെ പറയുന്ന പോലെ തന്നെ പറയാം. അല്ലാതെ ഇതൊക്കെ വിശ്വസിച്ച് നമ്മളിപ്പോഴും അതിനെപ്പറ്റി ആശങ്കപ്പെട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളും നമ്മളുടെ നാസ ISRO ഒക്കെ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. ഉൽക്കകൾ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള നാസ ISROയുടെയൊക്കെ പ്രഡിക്ഷനൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ചെറിയ ചിഹ്നഗ്രഹങ്ങളാണെന്നൊക്കെ ഉള്ളത് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ഇതൊക്കെ ഒരു കേട്ട് കഥകൾ പോലെ, പല സിനിമകളും നമ്മൾ കാണാറില്ലേ, ഫിക്ഷണലായിട്ടുള്ള തീ തുപ്പുന്ന ഡ്രാഗണുള്ള സിനിമ ഒക്കെ നമ്മൾ കാണാറില്ലേ, സൂപ്പർമാൻ, ബാറ്റ്മാൻ ഒക്കെ. ഇതൊക്കെ റിയലാണോ? അല്ല. അതുപോലുള്ള ഒന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ഇതൊക്കെ വിശ്വസിച്ച് തലയിലേക്ക് എടുക്കരുത്. അത്രമാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പലരും പറയും, എന്തുകൊണ്ടാണ് ഈ പറയുന്നത്, നീ മറ്റേ അന്ധവിശ്വാസങ്ങളൊക്കെ പടച്ചു വിടുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് പറയാമെന്ന് ഇത് ലാസ്റ്റിലേ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, HDFC ലൈഫ് ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട് ഫ്ലെക്സി ക്യാപ് ഓൾ സീസൺ ഫണ്ട് NFOയുടെ തീയതി ഈ മാർച്ച് 13 അവസാനിക്കും. അതായത് വെറും 5 ദിവസം കൂടി മാത്രം. ഇവിടെ 2000 രൂപയിൽ തുടങ്ങി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു നീക്കിയിരിപ്പൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കൂടുതൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.